യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എവിടുന്നോ മോഷ്ടിച്ചുകൊണ്ടുവന്ന സ്വർണം അത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കുത്തി കയറ്റിയിട്ട് അതിന്റെ കാശ് അങ്ങോട്ട് കെട്ടിവെച്ച് അവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവന്നു. ഏട്ടത്തിയല്ല, ഇനി ആര് പറഞ്ഞാലും അനുസരിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാ. അയാളെ വീട്ടിൽ കയറ്റുവാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ. വലിയൊരു തുക കെട്ടിവെച്ച് ജാമ്യത്തിൽ ഇറക്കിന്നൊക്കെ എല്ലാവരും പറയുന്നു. വക്കീൽ ഇപ്പൊ വന്ന് പറഞ്ഞതും അത് തന്നെയാ. അപ്പച്ചിയെ ഈ വീട്ടിൽ ആരോടും അത് പറഞ്ഞതുമില്ല, ആലോചിച്ചതുമില്ല. തുമ്മിയാലും പിച്ചിയാലും വരെ കൂട്ടുകുടുംബാണെന്നും പറഞ്ഞ് എല്ലാവരെയും വിളിച്ചുകൂട്ടി സംസാരിക്കാറുണ്ടല്ലോ. ഇപ്പൊ എന്താ ഈ വിഷയം പറയാത്തെ? അന്ന് ഗിരിജാന്റെ മോഷണക്കുറ്റത്തിന് ജയിലിലായിരുന്നപ്പോ 3-4 തവണ എല്ലാരെയും നിർത്തി പ്രസംഗിച്ചല്ലോ. എന്നിട്ട് ഇക്കാര്യം എന്താ പറയാതിരുന്നത്? എന്നിട്ടും ഇത്രയും വലിയൊരു തുക, അതും ഡെഡ് മണിയാണേ, അത് വിഡ്രോ ചെയ്യുമ്പോ ഒരു വാക്ക് ആരോടെങ്കിലും പറഞ്ഞോ? 24 മണിക്കൂറും ചേട്ടത്തീന്ന് വിളിച്ചോണ്ട് നടക്കുന്ന അമ്മയോട് ഇത് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എല്ലാവരും മറന്നുപോയ ഒരു കാര്യമുണ്ട്. കോടികളുടെ കിലുക്കത്തിലെ വിട്ടുപോയ ഒരു കാര്യം. ആ പിടിച്ച സ്വർണത്തിന്റെ യഥാർത്ഥ സോഴ്സ് അറിയാതെ പവ്യങ്കിളിന് ഒരിക്കലും പുറത്തു വരാൻ പറ്റില്ല എന്നല്ലേ എല്ലാവരും പറഞ്ഞത്? അതിന് പകരക്കാരനായിട്ടേ താക്കോലിനെ കൊടുത്തില്ലേ? ദർശനയെ സറണ്ടർ ചെയ്താ മാത്രമേ പവ്യങ്കിളിനെ പുറത്തിറക്കാൻ പറ്റുള്ളൂന്ന് അങ്കിളും പറഞ്ഞില്ലേ? ദർശനയെ കൊടുത്തതുമില്ല, സോഴ്സ് ഒന്ന് കണ്ടുപിടിച്ചതുമില്ല. രഞ്ജിനി, പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചോ. എപ്പോ അയാൾ ഈ വീട്ടിനകത്ത് പ്രവേശിക്കുന്നോ ആ നിമിഷം നമുക്കിവിടെ ഇറങ്ങണം. എന്താ, നീ റെഡിയല്ലേ? ആ, ഞാൻ റെഡിയാ. ഇപ്പൊ തന്നെ ആ ഗിരിജയുടെ കയ്യെങ്ങാനോ കണ്ടിച്ചെന്ന് പറഞ്ഞ് ഏട്ടത്തി അവളോട് കാണിച്ച സ്നേഹം കണ്ടില്ലേ? ആശുപത്രിയിലെ ബില്ല് പോലും കൊടുത്തത് ഏട്ടത്തിയല്ലേ? ഞാൻ പറയുന്നതേ, പവിയേട്ടനെ പോലും ഈ വീട്ടിലേക്ക് കേറ്റരുതെന്നാ. ഗിരിജ ഇക്കാലം അത്രയും ചെയ്ത ദ്രോഹങ്ങളൊക്കെ എന്നോടല്ല, ഏട്ടത്തിയോടാ, രൂപേഷിനോടാ. എല്ലാരും അതൊക്കെ ഇത്ര പെട്ടെന്നങ്ങ് മറന്നോ? പവിയേട്ടനെ മാത്രമല്ല, ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ഗിരിജയെയും അകത്തോട്ട് കേറ്റരുത്. കേറ്റിയാ യതിയേട്ടൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ നിന്ന് പോവാം. ഇറങ്ങിക്കോ. നിന്നെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. യതി, നിന്റെ തീരുമാനം ശരി. പവിത്രനകത്തേക്ക് കേറുന്ന നിമിഷം ഇവിടുന്ന് നീ ഇറങ്ങണം. അല്ല മോളെ വീണേ, നീ എങ്ങോട്ടാ പോകുന്നത്? യതിയങ്ങളുടെ കൂടെ അവരുടെ വീട്ടിലേക്കോ അതോ രഞ്ജിനിയുടെ വീട്ടിലേക്കോ? ഞാൻ ഏതായാലും എങ്ങോട്ടും ഇല്ല. തീരുമാനം ഏട്ടത്തിയുടേതായതുകൊണ്ട് ഞാനതനുസരിക്കും. പവിത്രനോ ഗിരിജയോ കാണിച്ചതുപോലെ യതി ഇപ്പൊ പറഞ്ഞല്ലോ, ഇറങ്ങിപ്പോവുന്ന്. ആർക്കാ നഷ്ടം? ആര് പോയാലും അവരവർക്ക് തന്നെ. ഏട്ടത്തിക്ക് ഒരു നഷ്ടവുമില്ല. രഞ്ജിനി പോവോ? നല്ല കാര്യം. ആ മുറിയെങ്കിലും ഒഴിഞ്ഞു കിട്ടുമല്ലോ. നിങ്ങൾ ആരും ഏട്ടത്തിയെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ പവിത്രന്റെ സ്ഥാനത്ത് യതിയാണെങ്കിലും ഏട്ടത്തി ഇതേ ചെയ്യൂ. ഇതേ തീരുമാനം തന്നെ എടുക്കുള്ളൂ. ഞാൻ പവിത്രനെ പോലെ സ്വർണം ഒളിപ്പിച്ചു വെച്ച് ഏട്ടത്തിയെ കസ്റ്റംസുകാരെ കൊണ്ട് പിടിപ്പിച്ചോ? ഞാൻ എന്റെ ശമ്പളമെന്ന നിലയിലും ലാഭവിഹിതമെന്ന വിധത്തിലും അത്യാവശ്യം മാത്രമേ കാശെടുക്കാറുള്ളൂ. അപ്പപ്പോ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം ഇവൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇത്രയും കാലം ഗിരിജയുടെയും പവിത്രന്റെയും കൂടെ സകല വൃത്തികേടുകൾക്കും ചൂട്ടുപിടിച്ച് നിന്നവളാ ഈ വീണ.
ഇപ്പോ അവരെ അകത്ത് കയറ്റിയാൽ ഇറങ്ങിപ്പോവെന്ന് പറയുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ദർശന താക്കോലിനെ പോലെ അകത്താവുന്നൊരു സ്വപ്നം ഞാൻ കണ്ടു. ഓ, അത് പൊളിഞ്ഞതിലുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അത് പൊളിഞ്ഞിട്ടൊന്നുമില്ല. പവിത്രനെ ജാമ്യത്തിൽ വിട്ടതിന്റെ പിന്നിൽ അതുതന്നെയാ. താക്കോലിനോടൊപ്പം ദർശനയെയും പകരം വിട്ടുകൊടുക്കും. കാരണം അവർ പവിത്രന്റെ കാറിൽ സ്വർണം കൊണ്ടുവച്ചതിന്റെ തെളിവുകൾ അവർക്ക് കിട്ടി. ഇനി അവർക്ക് ആ സ്വർണം എവിടുന്ന് കിട്ടിയെന്നും അതിന്റെ സോഴ്സ് എവിടെയാണെന്നും പറയണം. തെളിവ് ഹാജരാക്കണം, ബോധ്യപ്പെടുത്തണം. മിക്കവാറും ദർശനയും അകത്തു പോകും. എന്റെ മോളെ, നീ ശരിക്കും എല്ലാവരും പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അയ്യോ, ഇത് ആരാ വന്നിരിക്കുന്നേ? ഐസ് ഗേൾ. ഹൗ ആർ യു ബേബി? ചോട്ടൂനെ കളിയാക്കണ്ട. ഇനി നീ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാ ഇതുപോലൊരു ഐസ് പെട്ടി ഉണ്ടാക്കി നിന്നെ അതിനകത്ത് കടത്തും. അപ്പോഴേ നിനക്ക് അതിന്റെ സുഖം മനസ്സിലാവും. അമ്മേ, മോളെ, നിങ്ങൾ എത്ര നേരമായി ഞാനിവിടെ കാത്തിരിക്കാന്നറിയോ? വാമേ. അമ്മേ, നമ്മൾ വന്ന സമയം ശരിയല്ലാന്ന് തോന്നുന്നു. ദേ നോക്ക്, അവിടെ എല്ലാവരും ദർശനയും രൂപേശ്വരനെ സ്വീകരിക്കുന്ന തിരക്കില. നമുക്ക് ബാക്ക് സൈഡിൽ കൂടെ അകത്തേക്ക് പോയാലോ? നമ്മൾ എന്തിനാ അവരെ നോക്കുന്നേ? നീ വാ. എന്താ അവിടെ നടക്കുന്ന? സ്വീകരണോ? ആ, ഇപ്പൊ മനസ്സിലായി. അമ്മ അന്ന് പറഞ്ഞ സ്വീകരണ ഇന്ന് നടക്കുന്നതല്ലേ? ഞാനിപ്പോ പറഞ്ഞു. അമ്മ മറന്നോ? പക്ഷെ ഞാൻ മറന്നിട്ടില്ല. ഹണിമൂൺ കഴിഞ്ഞു വരുന്ന ദിവസം ദർശനെ സ്വീകരിക്കുന്നതേ കൈവിലങ്ങിട്ടായിരിക്കുമെന്ന് അമ്മ പറഞ്ഞത് മറന്നുപോയോ? അല്ല, എൻഫോഴ്സ്മെന്റുകാര് വന്നില്ലായിരുന്നോ? ഡി, സംസാരിച്ചോണ്ടിരിക്കാതെ വന്നേ, ബാക്കി കൂടെ പോ. ഗിരിജേ, നീ എങ്ങോട്ട് പോന്നു? ഇങ്ങോട്ട് വാ. ചേച്ചി വിളിച്ചത് കണ്ടോ? ഇനി നമുക്ക് പോവാം. ഇവരെ കൊണ്ട് വിളിപ്പിക്കാനാ ഞാൻ പിൻവശത്തൂടി പോകുന്ന പോലെ കാണിച്ചത്. ഇനി ചെന്നില്ലെങ്കിൽ മോശം. നീ വാ. വരുന്നുണ്ട് രണ്ടും. പവിത്രൻ ഇതുവരെ വന്നില്ലല്ലോ. പറഞ്ഞു വിട്ട വക്കീലിനെയും കാണുന്നില്ല. ഗിരിജ വരുമ്പോ ഒരു സർപ്രൈസ് ആയിട്ട് പവിത്രൻ ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചതാ. എന്താ ഗിരിജ നീ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ശ്രേയെ, നീ അമ്മയെ മുറി കൊണ്ടുപോയി കിടത്ത്. സുഖമില്ലാത്തതല്ലേ? ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ തനിച്ചു പൊയ്ക്കോളാം. നീ ഇവിടെ വരുമ്പോ നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ കൊണ്ട് ഒരു സർപ്രൈസ് തരണമെന്ന് വിചാരിച്ചതാ. പവിത്രനെ ഞാൻ ജാമ്യത്തിലിറക്കി. അച്ഛൻ വന്നോ? എന്നിട്ട് എവിടെ? ഇവിടെ വന്നില്ല. എവിടെ പവിയേട്ടൻ? എനിക്കെന്റെ പവിയേട്ടനെ കാണണം. പറ ചേച്ചി, എവിടെ എന്റെ പവിയേട്ടൻ? അവൻ ഇങ്ങോട്ട് വന്നില്ല. നേരെ കമ്പനി ഗസ്റ്റ് ഹൗസിലേക്കാ പോയത്. വക്കീലിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നീ പോയി വിശ്രമിക്ക്, അപ്പോഴേക്കും അവൻ വരും. അല്ല, അത് പോരാ. പവിയേട്ടനെ എനിക്ക് ഇപ്പൊ തന്നെ കാണണം.